ഇപ്രാവശ്യം എന്തായാലും ഏട്ടൻ സമ്മതിക്കും. അത് പിന്നെ ഇത്ര നാളും അടുത്തങ്ങ് ജോലി കിട്ടാത്തോണ്ടല്ലോ സമ്മതിക്കായിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ സ്ത്രീ ശാക്തീകരണത്തിന്റെ അവാർഡ് വാങ്ങിക്കാൻ പോയിരിക്കുക. ഏട്ടൻ പ്രസിഡന്റ് ആയതിനു ശേഷം ഒരുപാട് സ്ത്രീകൾക്ക് ജോലി കിട്ടിയല്ലോ. ഏട്ടൻ തന്നെ മുൻകൈ എടുത്ത് എല്ലാവർക്കും ജോലി വാങ്ങിച്ചു കൊടുക്കണേ. ഞാൻ പോയില്ല. ഏട്ടൻ പറഞ്ഞു ഇത് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പം ക്ഷീണായിരിക്കുമല്ലോ, അപ്പം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വയ്ക്കാൻ പറഞ്ഞു. പിന്നെ ഇവിടെ TV ഉണ്ടല്ലോ, അപ്പൊ TV കാണാലോ. അമ്മ ഏട്ടൻ വന്നു. ഏട്ടാ എന്താ ഏട്ടാ, എന്തിനാണ് ദേഷ്യപ്പെട്ട് നോക്കണേ എന്നെ? ഒരാഴ്ച കൂടി അമ്മ ഒന്ന് വിളിച്ചത്. ഞാൻ ഭക്ഷണം എടുത്തു വയ്ക്കാം. കഴിച്ചോ? എന്നാ പിന്നെ എന്നെയും കൂടെ ഫംഗ്ഷനോ? അതൊക്കെ പോട്ടെ. ഇത് കണ്ടോ? ഇതൊന്ന് നോക്കിയേ ഏട്ടതൊന്ന് നോക്കിയേ. എനിക്കിവിടെ അടുത്തുള്ള സ്കൂളില് ജോലി കിട്ടി. അതിന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ അത്. അതന്നെ. ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യം ഇങ്ങനെ പറയണേ? ഏട്ടാ ഞാൻ വീട്ടിലെല്ലാം പണിയും ചെയ്തിട്ട് പൊക്കോളാം ഏട്ടാ. ഏട്ടന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. PhD വരെ ഞാൻ പഠിച്ചതല്ലേ. ഹലോ. ചേച്ചി. ഉണ്ട്, ഏട്ടനുണ്ട്. അതെയോ? ഏട്ടാ ലക്ഷ്മി എടുത്തിയാ അവരുടെ മോളുടെ ജോലിക്കാര്യം പറഞ്ഞായിരുന്നു ഏട്ടനോട്. ചേച്ചി മോള് എന്തുവരെ പഠിച്ചായിരുന്നു? ആണോ? കുറച്ച് ഡിപ്ലോമ തോറ്റുന്ന്. ആണോ? ചേച്ചി ഏട്ടൻ പറഞ്ഞു ഡിപ്ലോമ തോറ്റ സാരമില്ല, ജോലി ശരിയാക്കാന്ന്. നാളെ തിങ്കളാഴ്ച ഏട്ടന്റെ ഓഫീസിലോട്ട് ചെല്ലാൻ പറഞ്ഞു. ശരി ചേച്ചി. മോൾക്ക് കുട്ടിയുണ്ടല്ലേ? അതിപ്പോ എന്താ ചെയ്യാ? 2 വയസ്സുള്ള കുട്ടിയാ. ചേച്ചി അവൾക്ക് കിട്ടിയ ജോലി എന്തായാലും കളയണ്ട. ചേച്ചി കുട്ടീനെ എന്റെ അടുത്ത് കൊണ്ടാക്കിക്കോ. ഞാനെന്തായാലും ഇവിടെ തന്നെ ഉണ്ടല്ലോ എപ്പോഴും. ശരി ചേച്ചി. ഏട്ടാ കുളിക്കണ്ടേ? തോർത്ത് വാ.